മന്ത്രി വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു അത് ശരിയല്ല, എല്ലാം സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അല്ല, മന്ത്രി ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലല്ലോ സിനിമയുടെ. നടപടി എന്ത് ക്രമമാണ്? അതുകൊണ്ട് അതിന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞ നടപടിക്രമം ഉണ്ടാക്കേണ്ടത്. അത് എന്റെ ചുമതല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. വിദഗ്ധരെ കൊണ്ട് ആ സിനിമ പരിശോധിച്ച് അത്രയും ഒരു ലിസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഈ സിനിമ 1.5 കോടി രൂപ കൊടുക്കുന്നത്. അതെ അതെ. അപ്പൊ അതിനകത്ത് അപാകതയുണ്ടെന്നാണ് സാർ പറയുന്നത്. അല്ല, ഞാൻ അതിന്റെ ക്വാളിറ്റിയെ പറ്റി പറയാൻ ഞാൻ ആളല്ല. ഞാൻ പറഞ്ഞത് സിനിമ എടുക്കാനായിട്ട് നിയുക്തരാകുന്നവർ മുൻപരിചയം ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ വളരെ പരിചയമുണ്ട്, പലരുടെയും കൂടെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്ത് അറിയാവുന്നവർ അവർ ചെയ്യേണ്ട. മുൻപരിചയം ഇല്ലാത്തവർ അവർക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ഈ 2-3 ആഴ്ചത്തേക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കണം. അപ്പോൾ അവർ എക്യൂപ്ഡ് ആവും. അവിടെ പ്രവൃത്തി ചെയ്യാനായിട്ട് അവർക്ക് അതിനുള്ള തൻ്റെ ഇടവും അതിനുള്ള അറിവും സമ്പാദിക്കും. അത്രയും പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞതിനെ അങ്ങനെ നെഗറ്റീവ് ആക്കി എടുക്കുന്നത്. മറ്റൊരു പരാമർശം, ചാലയിൽ നിന്നുള്ള തൊഴിലാളികൾ ഇടിച്ചു കയറിയെന്നും ദൃശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇടിച്ചു കയറിയെന്നും പറഞ്ഞു. അതിനെതിരെ തൊഴിലാളികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് വൈകിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. അവര് അധിക്ഷേപിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാൻ അധിക്ഷേപിച്ചാലല്ലോ, അവർ ഇടിച്ചു കയറിയല്ലേ. അവർ കഥ പൊളിക്കായിരുന്നു. ഞാൻ കണ്ടതല്ല. ഞാൻ ആ തിയേറ്ററിനകത്തിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര ഇടിയും ബഹളവും കേൾക്കുന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണ് അവർ പിന്നെ ഈ കഥ ഇടിച്ച് തകർക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ അവിടെ സംസാരിച്ചു. അതിനപ്പുറമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈംഗിക ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയാണെന്നൊക്കെ അതായിരുന്നു കാര്യം. അതായത് അങ്ങനെ ഒരു റൂമർ ഇങ്ങനെ ഇറങ്ങിയിട്ട് അത് കാണാൻ വേണ്ടിയാ, വേറൊന്നുമല്ല. അതായിരുന്നു അട്രാക്ഷൻ. അതായിരുന്നു. ഞാനിപ്പോ പുതിയതായിട്ട് ഉണ്ടാക്കി പറയാൻ പറ്റുമോ? അന്നത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അന്ന് പറയുന്നത് മനസ്സിലാക്കൂ. പണ്ട് ഞാൻ ഒരാൾ സംസാരിക്കുന്നത് മറുപടി വരട്ടെ. പണ്ട് ഉണ്ടായിരുന്നത് പാസ് വിതരണം ചെയ്യുമായിരുന്നു. പാസ് വിതരണം ചെയ്യുന്നത് വെച്ചാൽ അതായത് നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കൊക്കെ ആയിട്ടാണ് പാസ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു സിസ്റ്റം. അത് മാറ്റിയത് പിന്നെ ഞാൻ ചെയർമാനായിരുന്ന ഒരു കൊല്ലമാണ് ഇതെല്ലാം മാറ്റിയിട്ട് ഡെലിഗേറ്റ് ആവണം, അതിന് ഫീസ് അതിന് വിവരങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടാണ് അത് മെമ്പറാവുന്നത്. ഞാൻ അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് ആദ്യം മെമ്പർഷിപ്പ് എടുപ്പിച്ചു. അങ്ങനെയാണെന്ന് അത് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ ഫെസ്റ്റിവലുകളും ഈ ഡെലിഗേറ്റ്ഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവർക്ക് ഈ രാജ്യത്തിന് മുഴുവനും മാർഗദർശനമായിട്ടുള്ള ഒരു ക്രിയയായിരുന്നത്. കാരണം സിനിമയിൽ ജനുവിനായി താല്പര്യമുള്ളവർ അകത്ത് കയറാനൊക്കാതെ പുറത്ത് നിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് താല്പര്യമില്ലാതെ മറ്റു കാരണങ്ങളാൽ അകത്ത് ഇടിച്ചു കയറുന്നവരാണ് സിനിമ കാണുന്നത്. അതുണ്ടാവരുത്, തുടർന്ന് വരരുത് എന്നുള്ളതുകൊണ്ടാണ്. അത് ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണെന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ. എനിക്ക് അവരെ കണ്ടിട്ടില്ലേ, എനിക്ക് അവരെ അറിഞ്ഞും കൂടാ. അത് ആളുകൾ പറഞ്ഞതാണ്. പക്ഷെ അത് വ്യക്തത വരുത്താതെ ആ ഒരു സമൂഹത്തെ മുഴുവൻ, കാരണം പല ആളുകളുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും, അതിൽ ഒന്നോ രണ്ടോ ജനുവിനായ താല്പര്യമുള്ളവർ കാണും. പക്ഷെ അവർ വന്നിട്ട് ആ ഡോർ അങ്ങനെ ആക്ഷേപിക്കുന്നത് അവർ ചെയ്ത ക്രിയയെ പറ്റി ഞാൻ പറഞ്ഞത്. അവരല്ലല്ലോ, ചിലപ്പോ ഇപ്പൊ ചാലയിലെ ജീവനക്കാർ എന്ന് പറഞ്ഞ് തള്ളിക്കേറിയാൽ സാറിനത് പറയാം. അതിൽ ആൾക്കാർ ആരെങ്കിലും വന്ന് കയറിയാൽ ചാലയിലെ ജീവനക്കാർ മുഴുവൻ അല്ലെങ്കിൽ അന്ന് അവിടെ പറഞ്ഞതാണ് ആളുകൾ. അത് സാറ് വെരിഫൈ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ വെരിഫൈ ചെയ്യുന്ന ആളുടെ പോരത്തിനും ചോദിക്കും. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നടന്നത്. ആളുകളുടെ രഹസ്യമായിട്ടല്ല, ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. പറയുമ്പോൾ അത് നേരിട്ട് അഫക്ട് ചെയ്യുന്നത് ചാലയിലെ തൊഴിലാളികളെ പറ്റി അല്ല പറഞ്ഞത്. സാർ, ഒരു കാര്യം കൂടി, ഈ പാർശ്വവർഗ സമൂഹത്തിൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ അവസരം സർക്കാർ ഒരുക്കിയത്. അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേക നിബന്ധനകളും കടമ്പകളും വെക്കണമെന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ അത് കടമ്പയല്ല, നിങ്ങളിപ്പോ വന്നതല്ലേ ഉള്ളൂ. ഞാൻ ഇനി ആവർത്തിക്കണം ഇതെല്ലാം. നിങ്ങളിപ്പോ വന്നതല്ലേ ഉള്ളൂ. ഇത്രയും പേര് കേട്ട് നിൽക്കുകയാണ്. ഞാൻ ആവർത്തിച്ചു മതി. പ്രായോഗികമാണ് 1.5 കോടി രൂപയ്ക്കൊക്കെ ഒരു സിനിമ ഇപ്പോൾ നടക്കും, ചെയ്യാൻ പറ്റും? 10-15 ലക്ഷത്തിലാണ് ഇപ്പൊ ചെറുപ്പക്കാർ പടം എടുക്കുന്നത്. നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടെ? നിങ്ങൾ അല്ല അങ്ങനെ പിന്നെ ബന്ധപ്പെട്ട് സിനിമ പ്രയാസപ്പെട്ട് സിനിമ എടുക്കുന്നവർ 10, 15, 20 മാക്സിമം 20 ലക്ഷം വരെ പോകും. 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി. ഞാൻ ഫിലിം മേക്കറാണ്. ഞാൻ ചുമ്മാ ഒരു അഭിപ്രായം പറയുന്നതല്ല. എനിക്കറിയാവുന്നതിൽ നിങ്ങൾക്ക് ആർക്കും സിനിമയെ പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് മനസ്സിലാക്കണം. അല്ല, ഞാൻ ചുമ്മാ ഒരു വിടുവാ പറയുകയല്ല.
ഈ കാലത്ത് കാരണം സിനിമയുടെ ഒരു മെത്തേഡ് ഓഫ് ഫിലിം മേക്കിംഗ് മാറി. ഇപ്പോഴും പണ്ട് പ്രോസസ്സിംഗ് ഉണ്ടായി, ഇപ്പോൾ പ്രോസസ്സിംഗ് ഒന്നുമില്ല. നമ്മളൊരു ക്യാമറ എൻ്റെ ഇരിക്കുന്ന സെൽഫോണിൽ എനിക്ക് സിനിമ എടുക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലത്ത്. അതിന് 1.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. ജനുവനായിട്ട് പണം എടുക്കണമെന്നുള്ളവർക്ക് അത്രയും പണം ആവശ്യമില്ല. അതിന് അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളെയൊക്കെ പോയി കൊണ്ടുപിടിച്ച് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണെങ്കിൽ വേണം. പക്ഷെ കൊമേഴ്സ്യൽ ഫിലിം എടുക്കാനല്ല ഈ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിക്കേണ്ടത്. കൊമേഴ്സ്യൽ സിനിമ എടുക്കാനല്ല. കൊമേഴ്സ്യൽ സിനിമ ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് മേക്കിംഗ്. അത് ഗവൺമെന്റിന്റെ സഹായവും പിന്നെ പിന്തുണയൊന്നും അതിന് ആവശ്യമില്ല. അത് സ്വന്തമായിട്ട് തീരുമാനിച്ചോളൂ. പക്ഷെ അതിന് ഇത്രയും ഗവൺമെന്റിന്റെ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം പൊതുഗുണത്തിനെ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പണം ആവശ്യമുള്ളതാണ്. ഈ സിനിമ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പല കാല കിടക്കാട് പോലും ഇല്ലാത്ത മനുഷ്യർക്ക് വീട് പോലും ഇല്ലാതെ വഴി കഴിയുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊക്കെ ഉള്ളായ സമയത്ത് നമ്മൾ കൊണ്ട് ലാവിഷായിട്ട് ജീവിക്കുന്നത് വളരെ തെറ്റാണ്. ഈ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുന്ന എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണമെന്ന് ആണോ സാറിന്റെ അഭിപ്രായം, അതോ ഈ SC ST വനിതകൾക്ക് മാത്രം? അതാണ് ഒരു ക്ലാരിറ്റി. ഈ ഫണ്ടിങ് ഉപയോഗിച്ച് പടമെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ട്രെയിനിങ് വേണ്ടെങ്കിൽ വേണ്ട. സബ്സിഡി അല്ല, ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഇത് ഏർപ്പെടുത്തണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുകയല്ല. എന്റെ SC ST വിഭാഗം മാത്രമല്ല, സ്ത്രീകൾക്കും SC STകൾക്കും മുൻപരിചയമില്ലാതെ വരുന്നവർക്ക് ഞാൻ പലതവണ ആവർത്തിച്ച് കഴിഞ്ഞു. ഇനി എന്നോട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞു പറയാനുള്ളത്. രാവിലെ ഞങ്ങൾ പ്രതികരണം എടുക്കാൻ വന്നു, സാർ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണോ പ്രതികരിക്കാമെന്ന് തോന്നിയത്? ആ പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല. കാരണം ഈ പല പത്രങ്ങളിലും തെറ്റായ ഹെഡിങ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രചോദനം നേടിയിട്ടാണ് വരുന്നത്. കാരണം ഷെഡ്യൂൾ കാസ്റ്റിനും സ്ത്രീകൾക്കെതിരായി അടൂർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് അടിച്ചിരിക്കുക പത്രത്തിൽ. പിന്നെ നിങ്ങളുടെ ചാനലൊന്നും ഞാൻ കാണാറില്ല, ഇവിടെ സത്യം പറയാം. അപ്പോൾ ഈ പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടുള്ള അസത്യമാണ്. കാരണം ഞാൻ സംസാരിച്ചതിൻ്റെ റെക്കോർഡുണ്ട്. അത് മുഴുവൻ എടുത്ത് നോക്കുക. എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അതിശയമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം ചെയ്യാൻ തയ്യാറാണ്. SC ST വിഭാഗത്തിലുള്ള സിനിമ വലിയ സ്വപ്നമായി കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അവരുടെ സാമൂഹ്യ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഒരു 1.5 കോടി രൂപയ്ക്ക് ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ ആളെ എന്നാണ് സാർ നിലപാട്? കൊമേഴ്സ്യൽ സിനിമ ഗവൺമെന്റ് ആകുമ്പോഴുള്ള കുഴപ്പമാണ്. ഇത് പബ്ലിക് ഫണ്ട്സ് ആണ് സാർ. അതിന് സർക്കാർ തയ്യാറാണ്. സർക്കാർ തയ്യാറാവുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത്. കൊമേഴ്സ്യൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാന്ന് പറഞ്ഞത് തെറ്റാണ്. ഞാൻ എൻ്റെ കൺവിഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ തെറ്റാണെന്ന്. പക്ഷെ സർക്കാർ ചെയ്യുന്ന ഈ 1.5 കോടി കിട്ടുന്ന പൈസ കൊണ്ട് 1.5 കോടി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം AK ബാലനും ഞാനും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച ആളാണ്. പക്ഷേ ഇന്നത്തെ ആ സാഹചര്യം മാറി. ഇന്നിപ്പം പറഞ്ഞില്ലേ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് സിനിമ എടുക്കാം. അതിനുള്ള സാങ്കേതികവിദ്യ മാറിക്കഴിഞ്ഞു. തിയേറ്ററുകളിലേക്ക് ഓരോ പെട്ടിയും കൊണ്ട് പോകുന്നുണ്ടോ? ഇന്നില്ലല്ലോ. ഇന്നെല്ലാം സാറ്റലൈറ്റ് വരികയാണ്. പ്രിന്റ് എടുക്കാൻ പോലും നമ്മൾ പണം ചിലവാക്കുന്നില്ല. അങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയ ഒരു കാലത്ത് നമ്മൾ പണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ 1.5 കോടി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഉപയോഗിച്ച് 3 പേർക്ക് പണം എടുക്കാം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പറയുമ്പോഴുള്ള പ്രശ്നം, സിനിമ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പട്ടികജാതിക്കാരൻ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല. സാറ് പറയുകയാണെങ്കിൽ സാർ ഇപ്പൊ പറയുന്നില്ല. അല്ല, ഇപ്പൊ സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണം എടുക്കുന്നതിന്റെ അതിന്റെ സ്വപ്നം എന്ത് ഉദ്ദേശമാണ്? ഒരു ആർട്ടിസ്റ്റിന്റെ സ്വപ്നമായിരിക്കുമല്ലോ സാറ്. ഞാനിപ്പോ എനിക്ക് പിന്നെ എന്താണ് BMW കാർ വാങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കേണ്ട ഗവൺമെന്റ് ചുമതലയാണ്. പിന്നെ അല്ലാതെ കല കൊണ്ടാണ് നിങ്ങൾ സൂപ്പർ സ്റ്റാറിനെ അന്വേഷിച്ച് പോകുന്നത്. കലയ്ക്കല്ല. അത് വേറൊരു തരം സിനിമ എടുക്കാൻ വേണ്ടിയാണ്. സൂപ്പർ സ്റ്റാറിനെ അന്വേഷിച്ച് പോകുന്നത് അതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് പടത്തോട് സിനിമ എടുക്കുന്നതിനോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അതൊരു കലാസൃഷ്ടിയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ഒന്നും ആവശ്യമില്ല. സർക്കാർ സഹായത്തിന് നിരവധി പേർ അപേക്ഷ നൽകുകയും അതിൽ നിന്ന് പരിശോധിച്ചതിന് ശേഷമാണോ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്? അപ്പൊ അത് കൃത്യമായി ഒരു പരിശോധന. ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ഒന്നും തെറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ, അവർ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഓരോരുത്തരുടെയും സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ ഫിലിം എടുക്കുന്നതിനായിട്ട് ഈ എടുക്കാൻ വരുന്ന ആൾക്ക് വിവരം വേണം. ഇതിനെപ്പറ്റി അവനവൻ കൈകാര്യം ചെയ്യുന്ന ഈ മാധ്യമത്തെ പറ്റിയുള്ള അറിവ് വേണം. അതാണ് പറഞ്ഞത്. അത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അവർക്ക് നല്ലതാണ്. അവർക്ക് ഒരു പടം എടുത്തിട്ട് അപ്രത്യക്ഷനാവുകയല്ല വേണ്ടത്. അവരവിടെ നിന്ന് കൂടുതൽ പടങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കണം. അതിന് ആദ്യത്തെ കിട്ടുന്ന ഒരു വലിയ ചാൻസാണ് നിങ്ങൾക്ക് ഈ പടം എടുക്കാൻ കിട്ടുന്നത്. ഷെഡ്യൂൾ കാസ്റ്റിനായാലും കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും അതിനെപ്പറ്റിയാണ് പറഞ്ഞത്.
ഒരു പടം എടുത്ത് ഗവൺമെൻറ്റിൻ്റെ പൈസയിൽ പടം എടുത്തു, അപ്രത്യക്ഷനാവരുത്. ഇവർ ഈ രംഗത്ത് നിന്ന് കൂടുതൽ പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പിൽക്കാലത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിനെ കാസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയണം. അത് ഒരാൾ ഓടി വന്നിട്ട് സൂപ്പർ കാസ്റ്റിനെ അന്വേഷിച്ച് വരുന്നത് നടക്കുകയില്ല. ഇത് ഒന്നാമത് ഈ മാധ്യമത്തെ പറ്റി അറിയണം ആദ്യം, എന്നിട്ട് പടം എടുത്ത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും, ആരും നിങ്ങളെ ഫൈനാൻസ് ചെയ്യാൻ തയ്യാറാവും. അത്രേ ഉള്ളൂ. സാർ, താങ്ക് യു വെരി മച്ച്. വളരെ എല്ലാം പറഞ്ഞു. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പരാമർശം, അതിൽ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രതികരണവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് അദ്ദേഹം. താൻ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണത് പറഞ്ഞത്, പക്ഷേ അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്.